അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ നമ്മുടെ തിരൂർ വെട്ടം ആലിശ്ശേരി തീണ്ടാമ്പടി എന്നുള്ള സ്ഥലത്തുള്ള നമ്മുടെ വിജയേട്ടൻ്റെ കൃഷിയിടത്തിലാണ് കേട്ടോ. കൃഷിയിടം എന്ന് പറയുമ്പോൾ എന്ത് കൃഷിയാണെന്നുള്ളത് നമ്മുടെ തണ്ണിമത്തൻ, വത്തക്ക, നമ്മുടെ ചക്രമത്തൻ എന്നൊക്കെ പറയുന്ന തണ്ണിമത്തൻ്റെ കൃഷിയിടത്തിലാണുള്ളത്. ഇവിടെ ഷമാമും കൃഷി ചെയ്യുന്നുണ്ട്. ഒരു വെറൈറ്റി കൃഷിയിടാട്ടാണ്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളെയും പാടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് എന്തായാലും നമുക്ക് കൃഷി നമ്മുടെ വിജയേട്ടനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഫുൾ നിറച്ചും ഈ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് നമ്മുടെ മത്തൻ ഇങ്ങനെ കായ്ച്ച് നിൽക്കണം. ഏകദേശം ഒരു ഇപ്പോൾ റമദാൻ 20-22 ആയപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ വിളവെടുപ്പൊക്കെ ഏകദേശം അയക്കണം. എന്നാലും എല്ലാം സെറ്റപ്പായിട്ട് ഈ ഭാഗത്ത് വേറൊരു കളറ്, അതേപോലെ ഈ ഭാഗത്ത് അല്ലേ അത്രയും പച്ച കളറുള്ള മത്തനാണ് ഈ ഒരു ഭാഗം. പക്ഷെ ഈ ഭാഗത്ത് നോക്കിയാൽ ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഈ കളറാണ് കണ്ടില്ലേ, ഫുള്ളായിട്ടിട്ടാ. ഇവിടെ ശരിക്കും നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റും, അത്രയ്ക്ക് കായ്ച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള എങ്ങനെ ഈ ഒരു കൃഷി ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് വിജയേട്ടനോട് ചോദിച്ചറിയാം. അതേപോലെ തന്നെ ആ ഭാഗത്ത് നമുക്ക് ഷമാമും ഉണ്ട്, അതൊന്ന് കാണിച്ചിട്ട് തരാം. ഓക്കെ. ഇത് നമ്മുടെ ഫുള്ളായിട്ട് ഷമാമാണ് കേട്ടോ. ഉണ്ടല്ലേ, ഫുള്ള് കായ്ച്ച് റെഡി ആയിട്ട് നിൽക്കണം. ഏകദേശം വിളവെടുപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പൊട്ടുവെള്ളരി ഉണ്ട് കേട്ടോ, അല്ലേ, വെള്ളരി ഉണ്ടല്ലേ, പൊട്ടുവെള്ളരി, ഷമാമ്, നമ്മുടെ ചക്രമത്തൻ ഇതൊക്കെയാണ്. അതേപോലെ സാധാ വെള്ളരി അതും ഉണ്ട്. എന്തായാലും ഭയങ്കര നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെ ഇത്രയും ഭംഗിയായിട്ട് കൃഷി നടത്തുന്നത് ഞാൻ ആദ്യമായിട്ട് അറിയാം കേട്ടോ. എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകും. കണ്ടില്ലേ ഞങ്ങള് നല്ല ഒറിജിനൽ ഷമാമുട്ട നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടോക്കിയാ കണ്ടില്ലേ, സെറ്റപ്പിൽ. എന്തായാലും പോകുമ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ട് പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കൃഷിയുടെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ വിജയേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം അല്ലേ. നമസ്കാരം വിജയേട്ടാ. നമസ്കാരം. എന്തൊക്കെയാണ് സുഖമല്ലേ? നമ്മളുടെ കൃഷിയിടാണ് അല്ലേ. ഇവിടെ മെയിനായിട്ട് എന്താണ് കൃഷി? മെയിനായിട്ട് ചക്രമത്തൻ, തണ്ണിമത്തൻ. തണ്ണിമത്തൻ. പിന്നെ വേറെ പഴയ ഒരു നമ്മൾ പണ്ട് നമ്മളെ അച്ഛനൊക്കെ കൃഷി ചെയ്തിരുന്ന ഒരു ചക്കരക്കുമ്പട്ടി തന്നെ വെറൈറ്റി. ഭാരതപ്പുഴയിലൊക്കെ കൃഷി ചെയ്തിരുന്ന ആദ്യത്തെ നമ്മളെ നാട്ടിലുള്ള സാധനമാണ് ഇതല്ലേ, നാടൻ. പിന്നീട് വന്ന സാധനമാണ് ഈ വരിയും പുള്ളിയൊക്കെ ഉള്ളത്. ഇതില്ലേ, ഇതാണ് നമ്മുടെ ആദ്യ കാലത്തുള്ള ഫസ്റ്റ് അല്ലേ, അത്രയും ഡാർക്ക് ഗ്രീൻ പച്ച അല്ലേ. ഇവിടെ കടാളിലും ഒന്നും ഇപ്പൊ എവിടെ ഇല്ല, ഇവിടെ അങ്ങനെ കിട്ടൂല ഇല്ല അല്ലേ. ഇപ്പൊ തിരൂർ ഏരിയയിൽ ഇത് കണ്ടിട്ടില്ല. അത്ര വലുപ്പം ഉണ്ടാവില്ല എന്ന് തോന്നുന്നേ. വലുപ്പം ഉണ്ടാവും, ഇത് കൊണ്ടായിട്ട് വലുത് കൊണ്ടതിന്റെ ബാക്കിയാണ്. വലുപ്പുണ്ട് അല്ലേ, 6-8 കിലോനൊക്കെ ഉണ്ടാവും. അല്ല ഇവിടെ മത്തനല്ലാതെ വേറെ കൃഷി ഉണ്ടോ? ഷമാമുണ്ട്. ഷമാമുണ്ട്. പിന്നെ തണ്ണിമത്തൻ, ഷമാമ്, കക്കരിക്ക അല്ലേ. ഓക്കെ. നല്ല നാടൻ കക്കരിക്ക. ഇത് കാണുമ്പോ തന്നെ നമുക്ക് ഇതല്ലേ. ഇതിപ്പോ നമ്മള് ഈ ഒരു വർഷം ഇപ്പൊ വിളവെടുപ്പ് തുടങ്ങിയിട്ട് കുറച്ചാ? നോമ്പ് 1 തുടങ്ങി. നോമ്പ് 1 ഇപ്പൊ ഏകദേശം നമ്മള് റംസാൻ കഴിയാനായി അല്ലേ. 22. ഒരു ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞ് പകുതി ആയിട്ടുള്ളൂ അല്ലേ. ഇനി നമുക്ക് പകുതി ലെവലിൽ വിളവെടുപ്പ് എടുക്കാനുണ്ട് അല്ലേ. ഏപ്രിൽ മാസം ഫുള്ളായിട്ടുണ്ടാവും. അതെ. വിജയേട്ട പഴയ പാരമ്പര്യമായിട്ട് നമ്മുടെ കൃഷിക്കാരനം തന്നെ. ഞങ്ങൾ 10-20 വർഷമായിട്ട് നെൽകൃഷിയും ഈ തണ്ണിമത്തൻ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ടാണ് ഈ പുതിയ സിസ്റ്റം മൾച്ചിങ് സീറ്റും മത്തൻക്ക് ഇറങ്ങിയത്. മൾച്ചിങ് സീറ്റൊക്കെ ഇട്ടിട്ട് പുതിയ സിസ്റ്റത്തിലേക്ക് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അതിന്റെ ലെവലിലേക്ക് വന്നു അല്ലേ. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൃഷി? നല്ല ആദായമാണ്, മനസ്സമാധാനമാണ്, സന്തോഷമാണ്. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ നല്ല സാധനം ജനങ്ങൾക്ക് കൊടുക്കുക. മനസ്സിന് നല്ല സംതൃപ്തി ഉണ്ടാവും. നല്ല നമുക്ക് കഴിക്കുകയും ചെയ്യാം, ഇഷ്ടം പോലെ കഴിക്കാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിച്ചുകൊണ്ടിരിക്കുക.
ഇത് തന്നെയാണ്. കാരണം എല്ലാം നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും നമുക്ക് നാച്ചുറലായിട്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിന്റെ സ്ഥലം കറക്റ്റ് സ്പോട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് ചേട്ടാ. ഈ സ്ഥലം വെട്ടം തീണ്ടാപ്പടി. വെട്ടം തീണ്ടാപ്പടി. വെട്ടം തീണ്ടാപ്പടി അല്ലേ? ഇവിടെ നമ്മൾ എങ്ങനെ സെയിൽ ചെയ്ത് നടക്കുന്നത്? മൊത്തമായിട്ടാണോ സെയിൽ കൊടുക്കുക? ഇവിടെ അല്ല, ഞങ്ങൾ റീസെയിൽ ഞങ്ങൾ തന്നെ വിൽക്കുന്നത്. നിങ്ങൾ തന്നെ വിൽക്കുകയാണ് കടകളിൽ അതോ? അല്ല, ഞങ്ങൾ കൊണ്ടുപോയിട്ട് മാർക്കറ്റ് ചെയ്യണം, സ്വന്തം കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾക്ക് ഇവിടെ വന്നാൽ അങ്ങനെ കൊടുക്കൂല? അല്ല, ഇവിടെ വന്നാൽ കൊടുക്കും. അത് അങ്ങോട്ട് വന്നവർക്ക് മാത്രം. കാരണം അല്ലെങ്കിൽ ഈ പൈസ കിട്ടാനും ഇത് ലെവൽ ഇടാനൊക്കെ വലിയ പാടാണ് അല്ലേ? പൈസ കിട്ടി വരില്ല. കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡാമേജ് ആണ്, അങ്ങോട്ടാണ് പൈസ കറക്റ്റ്. അപ്പൊ ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നതാ? അത് നമ്മളെ സ്വന്തം തന്നെയാണ് അല്ലേ? അത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാണ് അല്ലേ? കോണ്ടാക്ട് ചെയ്യുന്നത് ഡോക്ടർമാർ അല്ലേ? അല്ല, ഇതിപ്പോ എത്ര ഐറ്റം മൊത്തം ഇതിൽ തന്നെ എത്ര ഐറ്റം ഉണ്ട്? 4 ഐറ്റം, 5 ഐറ്റം. 5 ഐറ്റം എന്ന് പറഞ്ഞാൽ കളറിൽ വ്യത്യാസമുള്ളത്? മഞ്ഞ കളറിലുണ്ട്, മഞ്ഞ കളർ ഉണ്ട്, പിന്നെ ചുവപ്പുണ്ട് അല്ലേ? ചുവപ്പുണ്ട്, പിന്നെ ഒരു ലൈറ്റ് മഞ്ഞയുണ്ട്, ഡാർക്ക് മഞ്ഞയുണ്ട്. മഞ്ഞയിൽ തന്നെ 2 ഐറ്റം. ഒന്നൊരു നീളനാണ്, അത് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇതിൽ കാണുമ്പോൾ നമ്മൾ പുറന്തോട് ഫുള്ള് സെയിം ആണ് അല്ലേ? പക്ഷെ അതിന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അത് ഇവിടെ ഇത് ഈ ഐറ്റം, ഈ ഗ്രെയിൻസ് ഉള്ളത് മഞ്ഞ ഓവലായിട്ട്. ഇങ്ങനെ ഓവനായിട്ട് നീണ്ടു നിൽക്കുന്ന മത്തന് മഞ്ഞ കളർ ആയിരിക്കും, ഉള്ളിൽ മഞ്ഞ. ഓക്കെ. പിന്നെ ഈ ഇത് അത് ചുവപ്പ്. ഇത് ചുവപ്പായിരിക്കും. ഇതാണ് നമ്മളെ പഴയ കുമ്മട്ടി. നല്ല ചുവപ്പും നല്ല മധുരം ഉണ്ടാവും. ഇപ്പൊ നമ്മള് പൊതുവെ പറയാറുണ്ടല്ലോ, ഈ ചോപ്പ് അടിച്ചു കയറ്റുന്നൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അല്ല, പുറത്ത് പൊതുവെ അങ്ങനെ ഉണ്ടാവുമോ? അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് കളർ കയറ്റി കഴിഞ്ഞാൽ 2 ദിവസത്തിലധികം നിൽക്കൂല അല്ലേ? പിന്നെ മാത്രമല്ല, ഒരു 5 ഏക്കറൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതിന്റെ അടുത്തേക്ക് പോവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന്റെ അടുത്തൊന്നും പോകണ്ട. നമ്മള് വെറുതെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞുണ്ടാക്കിയാണ് അല്ലേ? അല്ലാതെ അവര് പുറത്തെന്തെങ്കിലും കെമിക്കൽ ഇടൊന്നും നമുക്ക് പറയാൻ വയ്യ. കാരണം ഇപ്പൊ മാങ്ങയൊക്കെ ഒരു ദിവസം കൊണ്ട് പഴുക്കാൻ വേണ്ടി ഒരു സ്പ്രേ, 2ാമത്തെ ദിവസം പഴുക്കാൻ വേറെ സ്പ്രേ ഉള്ള കാലാണ്. അങ്ങനെ എന്തും ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ നമ്മക്കില്ല. നമ്മൾ നാച്ചുറൽ ആയിട്ട് ആൾക്കാരെ കയ്യിലാണ്ട് കൊടുക്കുകയാണ്. അതെ, പാർട്ട്മെന്റ് പൊട്ടിക്കുക നേരിട്ട്. ആൾക്കാർ വരുന്നവർക്ക് നേരിട്ട് പോയി പൊട്ടിക്കുക. ഉള്ളിൽ ഒരു കളികളും ഇല്ല. അവർക്ക് തന്നെ നേരിട്ട് പൊട്ടിക്കുക, അവർക്ക് ഇഷ്ടമുള്ള പൊട്ടിക്കുക. അങ്ങനത്തെ വൈകുന്നേരം അങ്ങനെയാണ്. എന്നാൽ എല്ലാവരും വാർത്ത. ശരി. എന്നിട്ട് പിന്നെ തൂക്കി കൊണ്ടുപോകുക. ഇവിടെ തൂക്കുക, പൈസ അല്ലേ? ഭയങ്കരട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അടുത്തിടപഴകി നമുക്ക് ഈ കൃഷിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കോൺടാക്ട് നമ്പർ ഇടാം, അതിൽ കോൺടാക്ട് ചെയ്യാം അല്ലേ? പിന്നെ അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിത്ത് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. ഈ ഒരു 2-3 ആൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ പുതിയങ്ങാടി ഒരാള് നമ്മളെ വിത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കൊടുത്തിട്ട്. അപ്പൊ ഈ പഴയ ഐറ്റം മത്തനാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അന്ധകാലത്തുള്ള. അപ്പൊ ആ വിത്ത് നിങ്ങൾ എങ്ങനെയാണ്? ഒറീസന്ന് കൊണ്ടുവരാം അല്ലേ? ശരി. അപ്പൊ നമുക്ക് മത്തൻ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അടുത്ത വർഷമൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനായിട്ടുള്ള വിത്ത് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അല്ലേ ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പൊ അതിന്റേതായിട്ടുള്ള കൃഷി ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ക്ലാസ് ഒക്കെ പറഞ്ഞു അല്ലേ? എന്തായാലും വേണ്ട ആൾക്ക് എല്ലാ സഹായങ്ങളുണ്ട് അല്ലേ? എന്തായാലും വിജയേട്ടാ, നമുക്ക് കൃഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ വളരെ സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ. നിങ്ങൾക്ക് ചക്കരമത്തൻ, അതും നാടൻ ചക്കരമത്തൻ, നമ്മൾ പുറത്തുനിന്നൊക്കെ വരുന്ന മത്തൻ വാങ്ങിച്ച് ബുദ്ധിമുട്ടാവാതെ നാടൻ ചക്കരമത്തൻ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വെട്ടം ആലിശ്ശേരി തീണ്ടാമ്പടിക്കൽ വന്നാൽ നമുക്ക് തന്നെ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മത്തൻ പൊട്ടിച്ച് നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യം പാടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.